ജയിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് എല്ലാവരും ഇറങ്ങുന്നത്. നല്ല കോൺഫിഡൻ്റ് ആണ് എല്ലാവരും. ഇപ്പം എല്ലാവരും പറയും നമുക്ക് അഡ്വാൻറ്റേജ് ആയിട്ടുള്ളത്, പക്ഷേ ആ കളി കഴിഞ്ഞു. ഞങ്ങൾ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. നമുക്കിപ്പോൾ ഒറ്റ കളിയേ ഉള്ളൂ, 90 മിനിറ്റ്സ്, അല്ലെങ്കിൽ അതിന് എക്സ്ട്രാ ടൈം എത്രയാണെന്ന് വെച്ചാൽ അത്. എവേ ഗോൾ ആനുകൂല്യമുണ്ടെങ്കിലും അത് കാര്യമാക്കുന്നില്ല. രണ്ടാം പാദത്തിലും ടീം ഏറ്റവും മികച്ച പ്രകടനം നടത്തും. ഞാൻ പറഞ്ഞല്ലോ, എവേ ഗോൾ നമ്മൾ നോക്കുന്നില്ല. നമ്മൾ ഈ ഒരു 90 മിനിറ്റ്സിൻ്റെ കാര്യം മാത്രമേ ആലോചിക്കുന്നുള്ളൂ. ഈ ഒരു 90 മിനിറ്റ്സ് നമ്മൾ ഡിഫൻസീവ് കളിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഈ കളി നമ്മൾ ജയിച്ചിട്ട് തന്നെ ക്വാളിഫൈ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. എതിരാളികൾ ശക്തരാണെന്നും വിനീത് പറയുന്നു. ഞാൻ പറഞ്ഞല്ലോ, അവരിപ്പോൾ 11 കളിക്കുന്നത്. നമ്മളിപ്പം കഴിഞ്ഞ കളി അവിടെ പോകുമ്പോഴും എല്ലാവരും പറഞ്ഞു നമ്മൾ വീക്ക് ടീമാണ്, അവർ ചാമ്പ്യൻസ് ആണ്. നമ്മളവിടെ സമനില പിടിച്ചില്ലേ. 11 കളിക്കുന്നു. അവർ ഇല്ലാത്ത നമ്മൾക്ക് കാര്യമില്ല. നമ്മളെ കളി കളിക്കുക, ക്വാളിഫൈ ചെയ്യുക. ആരാധകർ ഗാലറി നിറയ്ക്കുമെന്നാണ് പ്രതീക്ഷ. ബംഗളൂരുവിന്റെ മാത്രമല്ല, രാജ്യത്തിന്റെ തന്നെ അഭിമാനമാകാനാണ് ടീം ഇറങ്ങുന്നതെന്നും വിനീത് കൂട്ടിച്ചേർത്തു. ഫാൻസ് ഞാൻ വിചാരിക്കുന്ന ഈ ഗാലറി നിറയുമെന്നുള്ളതാണ്. ഇപ്പം ഇതിനെ ഞാൻ പറഞ്ഞല്ലോ, ബാംഗ്ലൂരു കർണാടക കഴിഞ്ഞു. ഇതൊരു ഇന്ത്യൻ തന്നെ നാഷണൽ പ്രൈഡിൻ്റെ കാര്യമാണ്. അപ്പോൾ ഫാൻസിന് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ഉള്ള മാച്ച് ആവും എന്ന് ഞാൻ വിചാരിക്കുന്നു. അതിനുവേണ്ടി ആൾക്കാർ വരും എന്ന് ഞാൻ വിചാരിക്കുന്നു. നമുക്ക് സപ്പോർട്ട് ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ക്യാമറാമാൻ വിനോദ് മൊറാഴയ്ക്കൊപ്പം ജയേഷ് പൂക്കോട്ടൂർ, മാതൃഭൂമി ന്യൂസ്, ബംഗളൂരു.